രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി മറുപടി ആള് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് ഈ കട്ടവരൊക്കെ സ്വന്തം വീട്ടിലെത്താനിടയായതെന്ന് ആലോചിച്ചാൽ അതിനുള്ള മറുപടിയായല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള തകരാറുകളൊന്നും ഇല്ലല്ലോ അക്കാര്യത്തിൽ. അത് ഞാൻ തന്നെ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. എന്നാ ഇനി അദ്ദേഹത്തോട് എഴുതി വാങ്ങാം, എന്നിട്ട് പറയാം. ഞങ്ങൾ പറയുന്നത് ഞങ്ങളല്ലേ പറയാന്ന്. ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ വർത്താനം പറയാം. അതിനെപ്പറ്റി എന്തിനാ നിങ്ങൾ അങ്ങനെ അന്വേഷിക്കുന്നു? ഏത് അല്ല, അത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം എന്ന് പറഞ്ഞാല്, നിങ്ങൾ നേരത്തെ നമ്മുടെ നാട്ടില് കണ്ടുവന്നൊരു കാര്യമുണ്ടല്ലോ. അത് ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും വ്യക്തമാണല്ലോ. വലിയ തോതിൽ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നു. ആ വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി നിരവധി ഞങ്ങളുടെ സഖാക്കൾ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ഉണ്ടാക്കാൻ നോക്കിയ ഒരു ശ്രമം എന്താണ്? പ്രചരിപ്പിക്കാൻ നോക്കിയൊരു കാര്യം എന്താണ്? ഞങ്ങൾ വർഗീയതയുമായി സമവായത്തിന് നീങ്ങുകയാണ്, വർഗീയതയുമായി ഒത്തുപോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ വലിയ പ്രചരണം പരസ്യമായും രഹസ്യമായും, കൂടുതൽ രഹസ്യമായി. എന്തിനായിരുന്നു അത്? എന്താണ് അതിൻ്റെ ഉദ്ദേശം? നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ആപത്ത് വിതച്ചതാണ് ഭൂരിപക്ഷ വർഗീയത. ആ ഭൂരിപക്ഷ വർഗീയതയുടെ നിലപാടുകൾക്കെതിരെ ഉറച്ച നിലപാട് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും കേരളത്തിൽ LDF സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നല്ല നിലയിൽ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ ഞങ്ങളെ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്നവരാണ് എന്ന് വരുത്തിയാൽ അത് തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടുകൊണ്ടല്ലേ അങ്ങനെ നീക്കിയത്. എന്തുകൊണ്ടാണത്? ഞങ്ങളുടെ നിലപാട് വലിയ തോതിൽ നമ്മുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പുണ്ടാക്കി. നമ്മുടെ നാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ നേരത്തെ ഇടതുപക്ഷത്തോട് വലിയ ആഭിമുഖ്യമുള്ളവരായിരുന്നില്ല ന്യൂനപക്ഷം. പക്ഷേ അവരുടെ അനുഭവത്തിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെയാണ് ന്യൂനപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരായി അവർ മാറുന്നത്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തെ ഒരേ മനസ്സോടെ കാണുന്ന നിലയുണ്ടായി. നമ്മുടെ രാജ്യത്തായാലും കേരളത്തിലായാലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മതനിരപേക്ഷ ചിന്താഗതിക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ. അപ്പം അത്തരം ആളുകൾ ഇടതുപക്ഷത്തെ വിരോധപരമായി കാണുന്നത് അവസാനിപ്പിച്ചു. ഇടതുപക്ഷത്തെ സ്വീകരിക്കാൻ തയ്യാറായി. ഇത് തങ്ങൾക്ക് വലിയ അപകടമുണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെക്കുറിച്ച് തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടണമെന്ന തോന്നൽ നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ ശക്തികളിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങളെക്കുറിച്ച് തെറ്റായ ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നത്. ഇവിടെ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം? പൗരത്വ നിയമ ഭേദഗതി വന്നു. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ കൃത്യമായ നിലപാടല്ലേ സ്വീകരിച്ചു പോയത്? കേരളത്തിൽ കൃത്യമായ നിലപാടല്ലേ എടുത്തത്? ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തില്ലേ? നമ്മുടെ കേരളമല്ലേ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അത് നടപ്പാക്കാൻ തയ്യാറാകില്ല എന്ന് ആദ്യമായി പറഞ്ഞ സംസ്ഥാനം? മറ്റേതെങ്കിലും സംസ്ഥാനം അങ്ങനെ ഒരു നിലപാടെടുത്തോ? ഇനി അതിൻ്റെ തുടർച്ചയായി അതുണ്ടാക്കിയ ആശങ്ക എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പൗരത്വം നഷ്ടപ്പെട്ടു പോകേണ്ടി വരും എന്ന ആശങ്കയാണല്ലോ പൊതുവിൽ ഉയർന്നത്. ആ ആശങ്കക്ക് ഒരടിസ്ഥാനമില്ല എന്ന് പറയാൻ പറ്റുമോ? നല്ല രീതിയിലുള്ള ആശങ്ക ഉയർന്നു വന്നു, അതിന് അടിസ്ഥാനമുണ്ട് എന്തായാലും. അപ്പം അങ്ങനെ വന്നപ്പോൾ അത്തരം ആശങ്കകൾ ഒഴിവാക്കുക, അതിന് പറ്റുന്ന നടപടികൾ സ്വീകരിക്കുക. അതിനൊരു സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്.
പക്ഷെ ചില കാര്യങ്ങൾ സംസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മൾ തീരുമാനിച്ച നേറ്റിവിറ്റി കാർഡിൻ്റെ പ്രശ്നം. നേറ്റിവിറ്റി കാർഡ് കൊണ്ട് വരുന്നത് എന്താ? നിങ്ങൾ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന് ഔദ്യോഗികമായി തെളിയിക്കാനുള്ള രേഖയാണത്. ആർക്കും നിങ്ങളുടെ കേരളത്തിൻ്റെ സന്തതിയാണ് എന്ന നിലയെ ചോദ്യം ചെയ്യാനാകില്ല. അത് ഈ സംസ്ഥാനമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഉയർന്നു വരുന്ന ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമല്ലേ അത്? ഒരു ബദലല്ലേ അത്? അത് നമ്മൾ കാണേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള സുതാര്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പോകുമ്പോൾ അതിനകത്ത് കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ പ്രചരണങ്ങളൊന്നും ഞങ്ങളെ യേശില്ല എന്ന് കണ്ടോളണം. വോട്ട് വേണ്ടെന്ന് UDF പരസ്യമായ നിലപാട്, സമാനമായ ഒരു നിലപാട് LDF സ്വീകരിക്കും. എവിടുന്നാ എടുത്തത്? ഏത് കാലത്താ നിങ്ങൾ ജീവിക്കുന്നത്? ഏത് നാട്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്? വളരെ കാലം മുൻപ് എന്തെങ്കിലും പറഞ്ഞു വിട്ടല, ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വസ്തുതകളാകെ മറച്ചു വെച്ച് പറയലാണ്. എന്തായിരുന്നു അവർ സ്വീകരിച്ച നിലപാട്? എത്ര കണ്ടോ ഒക്കെ ചങ്ങാതിമാരായിട്ടായിരുന്നു അവർ നടന്നത്. മറന്നുപോയോ? അത് നിങ്ങളും മറന്നുപോയോ? ഒരു തരത്തിലുള്ള വർഗീയതയുമായിട്ട് കൂട്ടുപുറത്തുനിന്ന് വളരെ ശക്തമായിട്ട് പാർട്ടി സെക്രട്ടറിയായിട്ട് നേതാവായിട്ട് പറഞ്ഞു വെച്ചാൽ താങ്കൾ. പക്ഷെ താങ്കളുടെ